ഇതൊക്കെ വെള്ളം വീണിട്ട് ആകെ ചീതയിക്കും. ഇതൊക്കെ നീ കൊണ്ടുപോയി ഉണക്കണം. കുറച്ചാല് പീടിയെന്നാണെങ്കിൽ ഇനിയിപ്പോ സാധനം ഒരു തരൂലല്ലോ. എന്താപ്പ ചെയ്യാ? എന്താപ്പ ചെയ്യണ്? ഇമ്മ ആകെ ഡ്രസ്സൊക്കെ വെള്ളം വീണിട്ട് ആകെ ചീതം വന്നിക്കണ്. ഇനിയിപ്പൊ ഇതൊക്കെ ആയിക്കൊന്ന് ഉണക്കി ഉണ്ടാക്കിട്ട് വേണം. ബെഡ്ക്ക് വീകണുണ്ടേ. എന്താപ്പ കാട്ടോലാണെങ്കി നേരാക്കി തരുന്നില്ല. ആ ചെക്കനാണെങ്കി ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ഓരോട് പറയാ ഓല് വരുമ്പോ അല്ലാപ്പൊ എന്താ ചെയ്യാ? ബെഡൊക്കെ നനയുന്നുണ്ടല്ലേ. ഇവിടെ തന്നെ വാടക കുറഞ്ഞ കിട്ടിയതുകൊണ്ടല്ലേ നമ്മളിവിടെ വന്ന് നിന്ന്. ഇല്ലാന്നുണ്ടെങ്കി ഇപ്പൊ വേറെ നോക്കിയത്. ഈ പണി ഇല്ലാത്തോടത്ത് ഞാൻ വേറെ എവിടെ പോയിട്ടാ നോക്ക. നമുക്ക് വല്ല ഷീറ്റ് എന്തെങ്കിലും വെച്ച് അടക്കാൻ നോക്കാം. അവിടെ പോയിട്ട് ആ കോണിന്റെ എടുത്ത് കൊടുന്നിട്ടേ നമ്മക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്ക. നമുക്ക് നോക്കി നോക്കാം. അല്ലാപ്പൊ എന്താ ചെയ്യാ? ഞാൻപ്പ ആ പീടിയെ പോയിട്ടാ വരുന്നത്. മയമാക്ക സാധനം തരൂല പറഞ്ഞു. ഒരു സാധനം ഇല്ലല്ലോ ഇവിടെ. എന്തെങ്കിലുമൊക്കെ വാങ്ങട്ടെ വെച്ചിട്ടാണ് പോയി നോക്കിയതാണ് ഞാന്. കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് തരാറുള്ളു. 800 ഉറുപ്പ്യ കൊടുക്കാണ്ട് എന്നാ പറഞ്ഞത്. മീൻകാരനോട് പിന്നെ ചോദിക്കാൻ തന്നെ വെച്ച. കൊറേ പൈസ ഓൽക്കും കൊടുക്കാണ്ട്. എന്താ ഉണ്ടാക്കി തരാ നമുക്ക്? സാരല്ലമ്മ, ഉള്ളത് ഉണ്ടാക്കിയാ മതി. ഇന്നത് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഉള്ളത് മതിമ്മ. ഈ മഴ കാരണം ഇപ്പൊ ആകെ ഇടങ്ങാറായി. എല്ലായിടത്തെ അവസ്ഥ ഇപ്പൊ ഇതൊക്കെ തന്നെ ഇക്കാരം. എല്ലാവർക്കും കൊടുന്നു കൊടുക്കാനും വ്യാപാരൊക്കെ ഉണ്ട്. എന്റെ കുട്ടിക്കാവൂല്ല. ഞാൻ പോയിട്ട് നാലേത്തുള്ളി ചായന്റെ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. ഈ ഉച്ചരിന് എന്തെങ്കിലുമൊക്കെ കുടിക്കണ്ടേ? എന്തെങ്കിലും ഉണ്ടാക്കി തരാം. നിങ്ങൾ ചെല്ലിമ്മ. പഠിച്ചോനെ, ടിന്നിലൊന്നും ഒരു മുതലും ഇല്ലല്ലോ. ഏത് കാലിക്കും മുളകും കൂടി ഒക്കെ കഴിഞ്ഞിക്കും. എന്തെങ്കിലുമൊക്കെ തക്കാളിങ്കിലും നനക്കണ്ട. എന്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ ഞാൻ ഉണ്ടാക്കി കൊടുക്ക ഉച്ചക്ക്? അരിയും കുറവാണ്. ഓമക്കായൊക്കെ ഉണ്ട്. എന്താ തൊടൂര പോലെ കാണുമ്പോ എന്തോ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഇവിടെ നിങ്ങൾ വൃത്തിയാക്കാൻ ആളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പൈസ ആവും. നിങ്ങൾ നേരൊക്കെ ഒരു വാടക തരികയാണെങ്കിൽ കുഴപ്പമുണ്ടാകില്ല. വാടക ചോദിച്ചോക്കട്ടെ. എന്തായാലും ഇപ്പൊ ഡേറ്റ് ആയിക്കണ്. പണിക്കാരെ വിളിക്കണപ്പോ പൈസ വേണ്ടേ? താത്താ ആരാനിപ്പോ അവിടെ വിളിച്ചത്? വരുന്നുണ്ട്. മാനോ എന്തേ? ഞാൻ വാടകക്കേ വാടക പഠിക്കാൻ ചെന്നാ. വാടക ഒരു മാസത്തോളൂ ഇപ്പൊ ഞങ്ങളെ കയ്യില്. ബാക്കി ഞാന് എപ്പോഴേലും ഒപ്പിച്ചരാ. ഒരു മാസത്തെ തരികയാണെങ്കിൽ 2 മാസത്തെ ഒരുമിച്ച് തന്നാ മതി. കഴിഞ്ഞ മാസം വന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ ഈ മാസം ഒന്നിച്ച് തരാന്നുള്ളത്. എനിക്കറിയാലോ, ഇപ്പൊ മഴ ആയിട്ട് എവിടെയും പണിയില്ല. ഈ മഴ ഇങ്ങനെ അടച്ചു പിടിച്ച കാറിലാണ് പൈസ ഇല്ലാത്ത. ഞാൻ കൊടുന്നു തരണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞും കാര്യമില്ല. നിങ്ങൾ പൈസ തന്നിട്ട് വേണം. തോട് കെടുക്കുന്ന കോലം കണ്ടില്ലേ? ആകെ പൊന്നിയും കാടും കെട്ടിയിട്ട് കിടക്കുന്നത്. ഇപ്പൊ 2 പണിക്കാരെ വിളിച്ച് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ പോയിക്ക് പൈസ കൊടുക്കാൻ എന്റെ അടുത്തില്ല. ഞാൻ നിങ്ങൾ 2 മാസത്തെ വാടക തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി ഇങ്ങോട്ട് വന്നത്. ഞാൻ കിട്ടിയിട്ടൊക്കെ പണിക്കാരെ വന്നിട്ട് തോട് നേരാക്കാൻ. പിന്നെ റൂമിന്റെ ഉള്ളൊക്കെ നല്ല ചോരുന്നുണ്ട്. ബെഡിക്കാണ് നേരെ വെള്ളം ഇട്ടുന്നത്. അതൊന്ന് നേരാക്കി തരൂ. മഴ പെയ്യുമ്പോ ഓട്ട് പെരല്ലേ, ചോർച്ചും ലീക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നോട് പറഞ്ഞിട്ട് കാര്യമുള്ളത്. നിങ്ങൾ മാസം കറക്റ്റ് വാടക തരുന്നില്ല. പിന്നെ ഞാൻ ഇതിന്റെ പണിത്ത് എന്റെ ലാഭം ഉള്ളത്. എനിക്കിപ്പോ ഇത് നേരാക്കിയിട്ട് ഒരു ലാഭം കിട്ടൂല. ഞാനിത് പൊളിച്ചിട്ട് ഒരു ബിൽഡിംഗ് കയറ്റാൻ വേണ്ടി നിൽക്കുന്നു ഇവിടെ.
നിങ്ങളൊരു ഉമ്മയും മകളും വന്ന് ചോദിച്ചപ്പോ പാങ്ങളല്ലേ വിചാരിച്ച് തന്നതാണ്. നിങ്ങൾക്ക് നിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിക്കാലും നിങ്ങൾ തരുള്ള വാടക തരണ്ടെന്നാ. ഈ മാസം തന്നെ ഇറങ്ങി തരികയാണെങ്കിൽ എനിക്കിത് പൊളിച്ചുകൂടെ ബിൽഡിംഗ് ആറ്റാ. എത്ര ആൾക്കാർ ഇതിന് മുന്നേ വന്ന് ചോദിച്ചിട്ടുണ്ട്, വാടക കൂടുതൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പാവങ്ങളല്ലേ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കയറി കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നത്. അപ്പൊ നിങ്ങൾ വാടക കറക്റ്റ് തരുന്നില്ല, പിന്നെ നിങ്ങൾ ചോർച്ചയാണ് അതാണ് ഇതാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാ? അത് നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിന് ഇറങ്ങി തരിക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് വാടക തരിക. ഇതൊന്നുമില്ലാതെ നടക്കുന്ന കാര്യമില്ലത്. ഞാനും എന്റെ കുട്ടി എവിടുക്കാ പോവാ? ഞങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളത് എനിക്ക് അറിയണല്ലേ. എനിക്കിപ്പോ നിങ്ങൾ ഈ മാസം ഈ 2000 റുപ്യ തന്നാൽ എനിക്കൊന്നും ആവൂല എനിക്കറിയാം. ഞാൻ നിങ്ങൾ കയറി കിടന്നോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് തന്നത്. എന്തായാലും ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാം. അതിന്റെ ഉള്ളിൽ നിങ്ങൾ 2 മാസം വാടക കറക്റ്റാക്കി വെക്കേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ അറിയിക്കാളി. എനിക്ക് അത്ര പറയാനുള്ളൂ. എന്നാ ശരി എന്നാട്ടാ. പഠിച്ചോനെ, ഞാൻ എവിടുന്നാ ഇപ്പൊ പൈസ ഒപ്പിക്ക? 2 ദിവസം കൊണ്ട് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എവിടുക്കാ ഈ മയത്തിന്റെ കുട്ടീനേറ്റ് പോവാ? എന്താ ഞാൻ കാട്ടിക്കറിയില്ല. അവന്റെ ഉമ്മ ഇപ്പൊ ഇങ്ങനെ ഒന്നും എഴുന്നില്ല. ഉമ്മ ഉണ്ടായിരുന്ന ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല നിക്കണോർത്ത്. ഇവന് മാത്രം എന്തെങ്ങനെയാണാവോ? ഇതിപ്പോ പൊളിക്കാനും പറ്റൂല. ഇപ്പൊ ഇമ്മ ഉണ്ടാക്കിയ വീടല്ലേ വിചാരിച്ചിട്ട് ഞാന് പൊളിക്കാതെ ഇങ്ങനെ കൊണ്ടിറക്കണത്. ഈ പൂത്തോട് കയറിയിട്ടാണ് ഈ ഓടൊക്കെ ഇളകിയിട്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ചോർച്ച. അങ്ങനെ പറഞ്ഞതും ശരി തന്നെ. ആലോചിച്ചിട്ടൊരു പുറത്തുമില്ല. ആരമ്മ വന്നീന്? പറയുന്നു ആ നമ്മളെ ഓണർ മാന്യാണ്. വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ഇറങ്ങാനാ പറഞ്ഞത്. 1 മാസത്തെ പൈസ ഉണ്ട് എന്റെ കയ്യില് പറഞ്ഞു ഞാന്. അത് പറ്റൂല, 2 മാസത്തെ പൈസയും കൂടി വേണത്ര. ഇല്ലാന്നുണ്ടെങ്കി അമ്മോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്താ കാട്ടണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല അമ്മക്ക്. ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാ? എന്റെ അമ്മ കമ്മലില്ല പൊട്ടിയിട്ടിരിക്കണ്, അത് എടുത്തുകൊണ്ട് വിറ്റാളി. എന്നാ പിന്നെ വാടകയും കൊടുക്കാം, കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങാലോ. പറ്റമ്മലോ? എമ്മാന്റെ കുട്ടിക്ക് ആകെ ഉള്ളൊരു മുതലല്ല. എടുത്തിട്ട് എങ്ങനെ ഉമ്മ വാടക ഒക്കെ കൊടുക്ക? സാരില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം. ഈ മഴ ഇങ്ങനെ നിക്കണോണ്ട് 2 ദിവസം കൊണ്ട് അത് തോന്നും. സാരില്ലേക്ക് ഇപ്പൊ ആകെ വേജാറ എന്റെ പഠിപ്പിന്റെ കാര്യാണ്. ഉമ്മാന്റെ കുട്ടിക്ക് ഉമ്മ കാരണം പഠിക്കാൻ പോവാനും കൂടി വെക്കണില്ല. എന്താ അതിനെ കാട്ടാന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ പേരെ പൊളിച്ചിട്ട് വേറെ എന്തോ ബിൽഡിങ് എന്തോ കേറ്റാൻ നിക്കാത്ര. അന്നാന്ന് വെച്ചുണ്ടാക്കാൻ പോലും നമ്മൾക്കൊരു മുതലില്ല. അങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാ ഞാൻ ആ 2000 ഉറുപ്പ്യ എടുത്ത് വെച്ച്. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ എനിക്കത് വേണ്ട, ഒന്നിച്ച് മതിന്നാ പറഞ്ഞത്. ഓലോ തെറ്റും പറയാൻ പറ്റൂലല്ലോ. ഓലെ പെരയിൽ നിക്കുമ്പോ നമ്മള് വാടക കൊടുക്കണ്ടേ? വെച്ചുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ആരും കൂടി ഇല്ല. ഞാൻ ആ പീടികയിൽ നേരത്തെ പോയി ചോദിച്ചപ്പോ ഇനി കൊടുക്കാനുള്ള പൈസ കൊടുത്താലേ സാധനം തരുള്ളൂ എന്നാ പറഞ്ഞത്. ഉമ്മാന്റെ കുട്ടിക്ക് അതും കൂടി തരാൻ ഉമ്മാനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നാ ഇപ്പൊ ഉമ്മാന്റെ സങ്കടം. നമ്മക്ക് ആകെ സഹായത്തിന് വെച്ചിട്ട് നമ്മളെ കുടുംബങ്ങൾ മാത്രാണ്. ഓലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കണില്ല. എന്റെ എപ്പയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ എന്നെ ഇട്ടെറിഞ്ഞു പോവുകയും ചെയ്തു. ഓൽക്കാർക്കും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സ്വന്തം വാപ്പന്നെ അങ്ങനെ ചെയ്തു പോകുമ്പോ പിന്നെപ്പോ എന്തിനു ഓലൊക്കെ ഏറ്റെടുക്കണെന്ന് ഓലും വിചാരിച്ചിട്ടുണ്ടാവും. ഉമ്മാന്റെ കുട്ടിക്ക് ഉമ്മാനോട് നല്ല ഈറുണ്ടാവൂലേ? ഇങ്ങനത്തെ ഒരു ജീവിതം ആയതുകൊണ്ട് ഒന്നിനും ഒരു സന്തോഷമില്ലാത്ത ജീവിതം. ഇക്കാണെന്നുണ്ടെങ്കിൽ ഒരാളോട് സഹായം ചോദിക്കാനില്ല. ഇക്ക അതിന് ആരാ ഉള്ളത്? ഉള്ള ഒക്കെ എന്റെ വാപ്പാന്റെ ആൾക്കാരെന്നെ, വലിയ വലിയ പൈസകളൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓലുണ്ട് നമ്മളെ സഹായിക്ക. നമ്മള് വെറുതെ നാണം കെടുക എന്നല്ലാതെ. ഈ വാടക ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്തു വീട്ടു. ഇത് നോക്കിക്കൊമ്മാന്റെ കുട്ടി അതിനൊന്നും സങ്കടപ്പെടണ്ട. അനക്ക് ഇനിയിപ്പോ പരീക്ഷയല്ലേ വരുന്നത്.
അതിനെന്തേലും ഒരു മാർഗം കൂടി കാണണം. അന്റെ കമ്മലൊന്നും എടുക്കണില്ല, എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറിച്ചു എന്നോട് പൊറുക്കൂല. ആകെ ഉമ്മാന്റെ കുട്ടിയുടെ മേത്തുള്ള ഒരു തൈ പൊന്നാണ്. അത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. ഇജ് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ എന്തോ ഏറിയപ്പോ പറയും ചെയ്ത ഐറ്റങ്ങളോട് ആ കുട്ടിയുടെ കമ്മല് ഇട്ടിട്ടാണ് ഇപ്പൊ തരാനുള്ളത്. വേണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്തിനാ പൈറ്റോട് പറയാ? വളരെ മോശമായിപ്പോ. ആളുകളില്ലാത്ത പെരയാണ് ഇപ്പൊ. ഞാൻ എന്തായാലും പറഞ്ഞപ്പോ കൂടിപ്പോയോ? ഇവിടെ നാളില്ലേ, മറ്റേ ആളെ കാണാനില്ലല്ലോ. മാനുവാ ഇജെന്താ ഇവിടക്കണ്? സൈനത്ത, ഞാൻ വാടകയ്ക്ക് വന്നതായിരുന്നു. എന്നിട്ട് വാടക കിട്ടിയപ്പോ? ഓല് ഈ മാസം ഇല്ല, കഴിഞ്ഞ മാസം വന്നപ്പോഴും ഇല്ല, ഈ മാസം വന്നപ്പോഴും ഇല്ല. ഓല് ഇല്ലാന്ന് പറഞ്ഞപ്പോ ദേശത്തിലാ എന്തൊക്കെയാ താത്താനെ പറയും ചെയ്തു. പിന്നെ ഓല് എന്താ പേരൊക്കെ എന്തൊക്കെ ചോർച്ചുണ്ട്, ലീക്കുണ്ട് പറഞ്ഞപ്പോ ആ ഇറയിൽ ഞാൻ കുറെ എന്തൊക്കെയാ പറയും ചെയ്തു. ആ കുട്ടിയുടെ കമ്മലെന്തോ വിറ്റിട്ട് അത്ര ഇനിയിപ്പോ വാടക തരാൻ നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോ കേൾക്കും ചെയ്തു പറ്റിയാണ് പറയുന്നത്. ആ കുട്ടിയുടെ മേത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടാൻ പറയും. ആ വിറ്റിട്ടൊന്നും ഇപ്പൊ വാടക തരില്ല. അതുപോലെ എങ്ങനെയാ മുന്നോട്ട് തരുമ്പോ തന്നാ മതി ഇപ്പൊ വാടക. ആടാ ഐറ്റങ്ങള് പച്ച പാവാണ്. ഇപ്പൊ മഴ ആയ കാരണേ ഓക്ക് പണിയില്ലല്ലോ. അല്ലെങ്കിൽ തൊഴിലുറപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെരേക്കൊക്കെ പണിക്ക് പോക്കാം. ഇപ്പൊ കൊറേ പെരയില് വെള്ളമൊക്കെ കയറിയ കാരണം ഓരോ അവിടെ ആരും ഉണ്ടാവൂല്ല. ഒക്കെ ഓരോരോ കുടുംബത്തിലേക്ക് പോകുമ്പോഴേ നമ്മൾക്കിപ്പൊ പണിയില്ലാതായിക്കണ്. ഞാനും തന്നെ എന്തെങ്കിലും കൂട്ടാൻ വെക്കാനൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് ഇങ്ങണ്ട്. ഓള് പഠിക്കണ്ടേ, നല്ല പഠിക്കണ കുട്ടിയാണ്. ഞാനിപ്പോ വന്നിട്ട് ഇപ്പൊ ആകെ 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പൊ പെണ്ണുങ്ങളല്ലേ ഇവിടുന്ന് വാടകയും മേടിച്ചിരുന്നത്. ഓളാണെങ്കിൽ എന്നോടൊന്നും പറയും ചെയ്തില്ല. ഓള് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ മേടിക്കണ്ട, പിന്നെ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ തൊടൊക്കെ ഇങ്ങനെ വൃത്തിയേട് കണ്ടപ്പോ പണിക്കാരെ വിളിച്ചിട്ടുണ്ടാ ഒരു വാടക തരികയാണെങ്കിൽ നേരൊക്കെ ഓലിക്കന്നല്ലേ നല്ലത് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വന്നത്. അപ്പൊ ഇത്രക്ക് ഇതായിട്ട് കഴിയാൻ വിചാരിച്ചില്ല ഞാന്. പിന്നെ എന്തായാലേ ഞാനും എന്റെ ഫ്രണ്ട്സുകളൊക്കെ പാടെ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ ഒരു സഹായം ഉണ്ടാക്കിയിട്ട്. അതിൽ കുറച്ച് പൈസ ബാലൻസ് ഉണ്ട്. ഞാനത് ഓൽക്ക് കൊടുക്ക. അത് ഞാൻ പിന്നിപ്പോ കൊടുക്കുന്ന ഒരു ഇതല്ലേ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ കൊടുക്കും. അത് എന്തായാലും എന്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയത് തന്നെയാണ്. എന്നാ ഞാനവിടെ ചെല്ലട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ ആണ്ട് പെരേക്ക് വരണ്ടി. ആയിക്കോട്ടെ. എന്നാ നിങ്ങളും സംസാരിച്ചിട്ട് പറയണ്ട കേട്ടോ. ഞാൻ ഇനി 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോവും. ഇനിയിപ്പോ ഞാൻ കണ്ടത് വരവുണ്ടാവൂല. നിങ്ങളത് സംസാരിച്ചിട്ട് ഇന്ന് കരയിൽ വന്നിട്ട് പെണ്ണോട് പറഞ്ഞാൽ മതി. അപ്പോൾ പൈസ തരും, അല്ലെങ്കിൽ ഓള് കൊടുന്നു കൊടുത്തോളൂ. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ജമീല, എന്താ ഉമ്മയും മകളും കൂടി ഒരു വർത്താനൊക്കെ? സൈന, ഞാനോണിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. എനിക്കെല്ലേതും മനസ്സിലായിക്കണ്. ഞാനും ഇവിടെ വന്ന് പോയില്ലേ വാടക വെച്ചിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഓൻ വന്നീന്ന് വാടക ചോദിച്ചു പോയിപ്പോ. എന്റെ അടുത്താണെങ്കിൽ 1 മാസത്തെ പൈസ ഉള്ളൂ. 2 മാസത്തെ തേച്ചില്ലായിട്ടും എനിക്ക് ആകെ ഈറുടിച്ചിരിക്കുന്നു. ചൂടായിട്ടൊക്കെ പോയത്. ഇവളെ പറ്റമ്മല് വിറ്റിട്ട് വാടക കൊടുക്കാന്ന് വിചാരിച്ച. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി പറയുന്നത് മാന അപ്പുറത്തുനിന്ന് കേട്ടിക്കണത്ര. അപ്പൊ എന്നോട് കൊറേ പറഞ്ഞു, ആ ചെക്കപ്പട ഉണ്ടായിട്ടില്ലല്ലോ, ഓന്റെ പെണ്ണുങ്ങളല്ലേ വന്ന് വാടക ഒക്കെ വാങ്ങിയത്. ഓളാണെങ്കി ഇവരോടൊന്നും പറയലും ഇല്ലാന്നാ പറഞ്ഞത്. ഇത്രക്ക് ഇടങ്ങേറിലാണ് ഇവര് നിക്കണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല പറഞ്ഞു. പിന്നെ ഓല് തമ്മിൽ എന്തൊക്കെയാ ഒരു ഇതുണ്ടത്ര, എന്താ പറയാ, കൂട്ടായ്മ ഉണ്ടത്ര. അപ്പൊ അതില് കുറച്ച് ഫണ്ട് എന്തോ ബാക്കിയുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്ക, ഓലെ കാര്യങ്ങൾ നടന്നോട്ടെ പറഞ്ഞു. എന്നോട് ഇന്ന് ചൂടായിട്ടാ പോയിക്കണ്. ഇത് ചോരിനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ എന്താ വേറെ ബിൽഡിങ് ഏറ്റാണെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞങ്ങാണ്ട് പോയി. ഓ എന്നോട് പറഞ്ഞു ഇവിടെ അന്ന് ചൂടായതൊക്കെ. പേരെ ചോരിനുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒന്ന് നിങ്ങൾ രണ്ടാളും കൂടി ഇന്ന് ശ്രദ്ധിച്ചാ മതി. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള പണികളുള്ളൂ. പിന്നെ ഈ 4 പുറക്കൊന്ന് നേരാക്ക, അതൊക്കെ തന്നെ ഓൽക്ക് ഭയങ്കര ഇഷ്ടാ.
ഓന്റെ അമ്മ ഉണ്ടായതൊന്ന് നല്ല വൃത്തിയിലാണല്ലോ പെരയും കൂടിയൊക്കെ കൊണ്ടുനടന്നിരുന്നത്. ഓനും ആ കൂട്ടത്തില് പെട്ട തന്നെയാണ്. പിന്നെ 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട് പറഞ്ഞപ്പോ ചൂടായത് ഇക്കാരം. അപ്പൊ അതിനെന്നെ ഒരു സഹതാപം, ആകെ വിഷമത്തിലാണ്. എന്നോട് അറിഞ്ഞു നിങ്ങൾ ഓരോട് ചോദിച്ചിട്ട് പെരയിൽ വന്നിട്ട് ആ പൈസ വാങ്ങുണ്ടോ, അല്ലെങ്കിൽ എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി, ഓള് കൊടുന്നു കൊടുത്തോളൂ. നമ്മളെ പഠിപ്പിനുള്ള പൈസ ഒക്കെ ഓല് എടുക്കത്ര. ഞാൻ പറഞ്ഞു നല്ല പഠിക്കണ കുട്ടിയാണ്. എന്തായാലും വലിയ ഉപകാരമായടി. നിങ്ങളൊക്കെ തന്നെ ഉള്ളു ഞങ്ങളെ സഹായിക്കാന്. എന്നോടിപ്പൊ നന്ദി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ആ കുട്ടിനോടാണ് പറയേണ്ടത്. അതൊരു പച്ച പാവാണ്, പറയുമ്പോ ഇങ്ങനെ ചൂടാവുന്നല്ലാതെ. ഇനിയിപ്പൊ എന്തായാലും നിങ്ങൾക്ക് സന്തോഷായല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, വാടക ഇപ്പൊ കൊടുക്കണ്ടെന്നും പറഞ്ഞിണ്ടാവുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞു. കാര്യം കൂടി നല്ലപോലെ നോക്കിയാ മതി എത്ര ഒരിക്കൽ. ഞാനും തന്നെ എന്തൊക്കെ കൂട്ടാൻ വെക്കാനൊക്കെ കിട്ടിന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോഴാണ് പോൻ അപ്പുറത്ത് നിക്കണ. അപ്പാന്റെ ഇമ്മന്റെ സ്വഭാവം പോനിക്ക് കിട്ടാതിരിക്കൂലല്ലോ. മോൻ അപ്പത്തെ ഏറിയില് പറഞ്ഞതേക്കാരം. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കാര്യാക്കണ്ട. ഇത് ഇനിയിപ്പോ പൊടിക്കൊന്നും ഉണ്ടാവില്ല, തറവാട് വീടല്ലേ. മോൻ എപ്പത്തെ ഏറിയിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്തായാലും ഇരിക്കടി, ഞാൻ ചായ എടുക്കാം. എനിക്ക് ചായ ഒന്നും വേണ്ടടി. ഞാൻ എന്റെ അടുത്തേക്ക് വെറുതെ അങ്ങോട്ട് വന്നതാണ്. കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ കാക്ക അവിടെ മീൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാക്ക പറഞ്ഞു ലേശം അനക്ക് തരാന്. അത് പറയാൻ വേണ്ടിട്ട് വന്നതാ. പെണ്ണിനെ അവിടെ പറഞ്ഞേക്കെ. ഞാൻ പെണ്ണിനെ പറഞ്ഞേക്കാൻ. ഞാൻ പോട്ടെടി. പിന്നെ റബ്ബേ, ആ കുട്ടിനെ കൊണ്ട് തോന്നിപ്പിച്ച് പഠിച്ചവനാണ്. ഇല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത നമ്മളൊക്കെ ആരെങ്കിലും വന്ന് സഹായിക്കോ? പഠിച്ചോ ഏൽപ്പിച്ചതാണ് ഓനോട്. എന്നും ഓനിക്ക് നമ്മളെ ദുആ ഉണ്ടാവും. എന്തായാലും വേണ്ടിയില്ല. ഇനിയിപ്പോ വാടക വേണ്ടാന്ന് പറഞ്ഞില്ലേ. 2000 ഉറുപ്പ്യ ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ അതിലൊരു 1000 ഉറുപ്പ്യ എടുത്തുകാണ്ട് പീടികയിലാണ് കൊടുക്ക. 1000 ഉറുപ്പ്യക്ക് സാധനങ്ങളും കൊടുക്കും. ഇനിയിപ്പൊ എന്നാ പണി ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഈ മഴ ഇങ്ങനെ അടച്ചു പിടിച്ച പണിയൊക്കെ കുറവേക്കാരം. പിന്നെ വാടക നമുക്ക് കുറച്ചേച്ച കൊടുത്ത് വീട്ടണം. തീരെ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അത് മോശല്ലേ. എന്തായാലും ഇപ്പൊ ഉമ്മാക്കൊരു സമാധാനം ഉണ്ട്. ഉമ്മാടെ കുട്ടി പോയിരുന്ന് പഠിച്ചോ. ഇനി പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം. ഇപ്പൊ ഓലത് ഏറ്റെടുക്കാന്ന് പറഞ്ഞപ്പോ ഉമ്മാക്കൊരു സമാധാനം ഉണ്ട്. ഈ ചെല്ലേ പഠിച്ചോനെ, ആരുമില്ലാത്ത ഞങ്ങൾക്ക് ഈ ആക്കി തന്നതാണ് പോലെ. ഞങ്ങള് പ്രാർത്ഥനയിൽ ഉണ്ടാവും എന്നോല്. ഈ മഴയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നിക്ക. എല്ലാവർക്കും ഓരോ സാധനങ്ങൾ കൊടുന്നു നോക്കുമ്പോഴും ചെയ്യുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും, ഞങ്ങൾക്കൊന്നും ആരും തരുന്നില്ലല്ലോ. ഇപ്പോഴാണ് സമാധാനായത്.